വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അശ്വഗന്ധ എന്ന സസ്യത്തെ പറ്റിയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം വിതാനിയ സോമനിഫെറ എന്നാണ്. ഇവയുടെ കുടുംബം സൊലാനാസി എന്നാണ്. അശ്വഗന്ധ മലയാളത്തിലും ആയുർവേദത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു ശക്തിവർദ്ധന ഔഷധ സസ്യമാണ്. സസ്യത്തിൻ്റെ വേരുകളാണ് പ്രധാനമായി മരുന്നായി ഉപയോഗിക്കുന്നത്. ശരീരക്ഷീണം കുറയ്ക്കുവാനും പേശികളുടെ ശക്തി കൂട്ടാനും ഇവ ഉപയോഗിക്കുന്നു. സ്ട്രെസ്, ഉത്കണ്ഠ കുറയ്ക്കുന്നു. ഉറക്കം നല്ലതാക്കുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു. ഇടയ്ക്കിടെ അസുഖങ്ങൾ കുറയ്ക്കുന്നു. മുട്ടുവേദന, സന്ധിവേദന തുടങ്ങിയ രോഗങ്ങൾ ഇവ മാറ്റാൻ സഹായിക്കുന്നു. പുരുഷന്മാരുടെ വീര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ കുറയ്ക്കും. ഇവയുടെ പൊടി 1/2 ടീസ്പൂണായി ഉപയോഗിക്കാം. ചൂട് പാല് 1 കപ്പ് ഉപയോഗിച്ച് ഇവ കഴിക്കാം. രാത്രി ഉറങ്ങും മുമ്പ് കഴിക്കുക. വിത്തിൽ നിന്നും വളർത്താം. നല്ല വെള്ളമൊഴുകുന്ന മണ്ണ് വേണം. കുറഞ്ഞ ജലസേചനം മതി. പൂർണ്ണ വളർച്ചയെത്താൻ 5-6 മാസം എടുക്കും. ഗർഭിണികൾ ഉപയോഗിക്കരുത്. തൈറോയ്ഡ് പ്രശ്നമുള്ളവർ ഡോക്ടറുടെ ഉപദേശം തേടുക. അമിതമായി കഴിച്ചാൽ വയറിളക്കം സംഭവിക്കാം. പഴുത്ത ചുവന്ന കായ്കളിൽ നിന്നുള്ള വിത്തുകൾ മണ്ണിൽ വിതയ്ക്കുന്നു. 7-12 ദിവസത്തിനുള്ളിൽ മുളയ്ക്കും. ചെറിയ ഇലകൾ വിരിഞ്ഞ് തൈയായി വളരും. 2-3 ആഴ്ചകൾക്ക് ശേഷം വേർ ശക്തമാകും. 1-2 മാസത്തിൽ ചെടി 30-70 സെൻറ്റിമീറ്റർ വരെ ഉയരും. ഇലകളും ശാഖകളും നന്നായി വളരും. 3-4 മാസം കഴിഞ്ഞാൽ ചെറു മഞ്ഞ പച്ച നിറമുള്ള പൂക്കൾ വിരിയും. പരാഗണം നടക്കും. പൂവുകൾ കൊഴിഞ്ഞ് ചുവന്ന കായകൾ രൂപപ്പെടും. അകത്ത് വിത്തുകൾ വളരും. 5-6 മാസം കഴിഞ്ഞാൽ വേരുകൾ മുഴുവൻ ഔഷധ ഗുണം കൈവരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് വേരുകൾ വിളവെടുക്കുന്നത്. പഴുത്ത കായിൽ നിന്നുള്ള വിത്തുകൾ വീണ്ടും മണ്ണിലേക്ക് പുതിയ അശ്വഗന്ധ ചെടികൾ വളരും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.